ഭഗവാനേ കന്നിമൂല ഗണപതി ഭഗവാനേ നിൻ മുന്നിലിന്നിതാ കുമ്പിടുന്നടിയങ്ങൾ ഞങ്ങളിലൻപോടെ കൃപയേകണേ. ഹരികന്യതയ്ക്കുടയ തമ്പിയോട് കളിയാടിടുന്നൊരു ഉടയോനേ കന്നിമൂല ഗണപതി ഭഗവാനേ. പ്രണവത്തിൽ ധ്വനിച്ചൂഴും രാഗതാളങ്ങളിൽ പ്രദോഷ സന്ധ്യായാമങ്ങളിൽ പ്രണവത്തിൽ ധ്വനിച്ചൂഴും രാഗതാളങ്ങളിൽ പ്രദോഷ യാമങ്ങളിൽ ആനന്ദ നടനത്തിൽ മുഴുകുമ്പോഴും ആനന്ദ നടനത്തിൽ മുഴുകുമ്പോഴും ഈ ഗാന നൈവേദ്യം നുകരേണം. നിരുപമകീർത്തേ ഗണേശ ശരണം നിരന്തരമഭയം നിൻ തിരുചരണം. ശ്രവണ മനോഹരണം സധ്വനിയിൽ ഹൃദജനപാലക നീയുണരേണം. കന്നിമൂല ഗണപതി ഭഗവാനേ കൈലാസ ശൃംഗത്തിൻ പഴനിമാമലയിൽ കൈവല്യം പൂത്തുലയും ശബരിയിലും കൈലാസ ശൃംഗത്തിൽ പഴനിമാമലയിൽ കൈവല്യം പൂത്തുലയും ശബരിയിലും വേദതിഹാസ പുരാണാതിസാരമായി വേദതിഹാസ പുരാണാതിസാരമായി വാഴും നിൻ കാരുണ്യം എൻ്റെ പുണ്യം. നിരുപമകീർത്തേ ഗണേശ ശരണം നിരന്തരമഭയം നിൻ തിരുചരണം. ശ്രവണ മനോഹരണം സധ്വനിയിൽ ശ്രുതജനപാലക നീയുണരേണം. കന്നിമൂല ഗണപതി ഭഗവാനേ നിൻ മുന്നിലിന്നിതാ കുമ്പിടുന്നടിയങ്ങൾ ഞങ്ങളിലൻപോടെ കൃപയേകണേ. ഹരികന്യതയ്ക്കുടയ തമ്പിയോട് കളിയാടിടുന്നൊരു ഉടയോനേ കന്നിമൂല ഗണപതി ഭഗവാനേ. ജീവേശ്വര ശങ്കര 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 ഇതമുപമയാൽ അവദാനം പാടിയിട്ടും അനുപമനല്ലോ നീ. ആയിരമുല്ലേഖം അഭിഷേകം ചെയ്തിട്ടും അവർണ്ണനീയൻ നീ. ആദിനാഥ അയ്യപ്പ നിൻ അമ്പലമേടോ അവനീ. ആയിരമുപമയാൽ അവദാനം പാടിയിട്ടും അനുപമനല്ലോ നീ. ഈ നടയിൽ വന്നു പടിപൂജ ചെയ്വതും ഈ ജന്മസുഹൃതമല്ലേ. മുടങ്ങാതടിയനും തൊഴുവാൻ കഴിവതും മുജ്ജന്മ പുണ്യമല്ലേ. ഈ നടയിൽ വന്നു പടിപൂജ ചെയ്വതും ഈ ജന്മസുഹൃതമല്ലേ. മുടങ്ങാതടിയനും തൊഴുവാൻ കഴിവതും മുജ്ജന്മ പുണ്യമല്ലേ. അല്ലേ ഭഗവൻ ആർത്തനു നീയൊരു
ആശ്രിതവത്സലനല്ലേ ആശ്രിതവത്സലനല്ലേ ആയിരമുപമയാൽ അവതാരം പാടിയിട്ടും അനുപമനല്ലോ നീ. ഈ മലയിൽ വന്നു ഉദയം ചെയ്വതും ഈ സൂര്യ സൗഭഗമല്ലേ. ഇരവിൽ ചന്ദന ചാർത്തിനു വന്നത് ഇന്ദുമയൂഖമല്ലേ. ഈ മലയിൽ വന്നു ഉദയം ചെയ്വതും ഈ സൂര്യ സൗഭഗമല്ലേ. ഇരവിൽ ചന്ദന ചാർത്തിനു വന്നതും ഇന്ദുമയൂഖമല്ലേ. അല്ലേ ഭഗവൻ ആപൽ ബാന്ധവനല്ലേ ആപൽ ബാന്ധവനല്ലേ. ആയിരമുപമയാൽ അവതാരം പാടിയിട്ടും അനുപമനല്ലോ നീ. ആയിരം ഉല്ലേഖം അഭിഷേകം ചെയ്തിട്ടും അവർണ്ണനീയൻ നീ. ആദിനാഥ അയ്യപ്പ നിൻ അമ്പലമേടോ അവനീ. ആയിരമുപമയാൽ അവതാരം പാടിയിട്ടും അനുപമനല്ലോ നീ. സ്വാമി ശരണയ്യപ്പ. எங்கள் புருஷோத்தமன் புகழ் பாடுங்களே. வண்டாடும் கங்கை மலர் தோட்டங்களே. எங்கள் மதுசூதனன் புகழ் பாடுங்களே. புல்லாங்குழல் கொடுத்த மூங்கில்களே. எங்கள் புருஷோத்தமன் புகழ் பாடுங்களே. வண்டாடும் கங்கை மலர் தோட்டங்களே. எங்கள் மதுசூதனன் புகழ் பாடுங்களே. புல்லாங்குழல் கொடுத்த மூங்கில்களே. எங்கள் புருஷோத்தமன் புகழ் பாடுங்களே. பன்னீர் மலர் சொரியும் மேகங்களே. எங்கள் பரந்தாமன் மெய்யழகை பாடுங்களே. பன்னீர் மலர் சொரியும் மேகங்களே. எங்கள் பரந்தாமன் மெய்யழகை பாடுங்களே. தென்கோடி தென்றல் தரும் ராகங்களே. எங்கள் ஸ்ரீ கிருஷ்ணமூர்த்தி புகழ் பாடுங்களே. எங்கள் ஸ்ரீ கிருஷ்ணமூர்த்தி புகழ் பாடுங்களே. புல்லாங்குழல் கொடுத்த மூங்கில்களே. எங்கள் புருஷோத்தமன் புகழ் பாடுங்களே. வண்டாடும் கங்கை மலர் தோட்டங்களே. எங்கள் மதுசூதனன் புகழ் பாடுங்களே. புல்லாங்குழல் கொடுத்த மூங்கில்களே. எங்கள் புருஷோத்தமன் புகழ் பாடுங்களே. நின் திருநாமம் பாதி மோகினி சுதனேவா பரமஜோதியே தேவாவா. சுவாமி திந்ததோ எருமேலி நடலில் பேட்டையாய் இந்திந்தோ. காரண ஸ்ரீலகத்தோங்காரம் என் காருண்ய பாரிதி தன் அவதாரம். கற்பூரமாடும் ஆழியில் என்னோடு
ദുഷ്കർമ്മ പാപങ്ങൾ എരിയേണം. കർപ്പൂരനാളും ആഴിയിൽ എന്നോട് ദുഷ്കർമ്മ പാപങ്ങൾ എരിയേണം. ആനന്ദ കന്ദമേ മോഹന ഗാത്രം, ആനന്ദ കന്ദമേ മോഹന ഗാത്രം, അടിയാശ്രയം നീ മാത്രം. പാഹി മോഹിനി സുതനേവ പരമജ്യോതിയെ ദേവാവ, സ്വാമി ദീപ്തകോം എഴുമേലി നടയിപ്പേട്ടയായി ദിമ്പിന്തോ. കാനന ശ്രീലകത്തോംകാരം എൻ കാരുണ്യവാരിധി തൻ അവതാരം. കലിയുഗവരദനെ കാണാനും ആ കടലിന കണ്ണീര കഴുകാനും. കലിയുഗവരദനെ കാണാനും ആ കടലിന കണ്ണീര കഴുകാനും. മാമല കേറി തളരുമ്പോൾ, മാമല കേറി തളരുമ്പോൾ എൻ പിഴികളിലാമുഖം തെളിയേണം. പാഹി മോഹിനി സുതനേവ പരമജ്യോതിയെ ദേവാവ, സ്വാമി ദിന്തകോം എരുമേലി നടയിപ്പേട്ടയായി തിന്തിന്തോ. കാനന ശ്രീലകത്തോംകാരം നിൻ കാരുണ്യവാരിധി തൻ അവതാരം. മാമലമേലെ ജ്ഞാനവിരാമം കേൾപ്പതു നാദ നിൻ തിരുനാമം. കാനന ശ്രീലകത്തോം സമാഹിത തസ്യാഹം സകലാം ബാധ നാശയിഷ്യാമി അസംശയം. രണ്ട് ശ്ലോകങ്ങളാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്, താരക മന്ത്രങ്ങളായിട്ട് പറയുന്നത്. ഒന്ന് ശൂലേനപാത്തിനും ദേവി, പിന്നെ രാ ത എന്ന രണ്ട് മരണസംബന്ധമായിട്ടുള്ള ബീജാക്ഷരങ്ങൾ ഇല്ലാത്ത മറ്റൊരു ശ്ലോകമാണ് ഇത്. ഏഭിസ്തവൈസ്തു മാം നിത്യം തോഷ്യദേയ സമാഹിത. 12-ാം അധ്യായം ദേവീചരിത മഹാത്മ്യത്തിൽ ആദ്യത്തെ ശ്ലോകമാണ്. ഏകാഗ്ര മനസ്സായി ഈ സ്തോത്രങ്ങൾ കൊണ്ട് എന്നെ സ്തുതിക്കുന്നവന്റെ എല്ലാ ആപത്തുകളെയും ഞാൻ നശിപ്പിക്കും, ഇത് അസംശയം. ദേവി പ്രതിജ്ഞ ചെയ്യുന്ന ശ്ലോകം. ഒരു ഭക്തൻ ഈ ദേവി മഹാത്മ്യം വായിച്ചു കഴിഞ്ഞാൽ ആ ഭക്തനെ ദേവി അനുഗ്രഹിക്കുന്നുള്ളത് തീർച്ചയായും ഉറപ്പിച്ച് ദേവി പറയുകയാണ്. അതാണ് നാശയിഷ്യാമി അസംശയം. നിങ്ങൾ സംശയിക്കേണ്ട, ഞാൻ നിങ്ങളുടെ കൂടെ ഉണ്ടാകും എന്നാണ് പറയുന്നത്. 13-ാം അധ്യായം സുരഥ വൈശ്യയോർ വരദാൻ. സുരഥൻ എന്ന് പറയുന്ന വൈശ്യൻ, മഹാരാജാവും സമാധി എന്ന വൈശ്യനും, ഈ രണ്ടു പേരുടെ കഥയാണ് ദേവി മഹാത്മ്യം. ഈ കഥയിലേക്ക് നമ്മൾ ഒന്നും തന്നെ പോയിട്ടില്ല. ഇതിന്റെ ആമുഖമായിട്ട് ബാഹ്യമായിട്ടുള്ള കാര്യങ്ങൾ മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. സുരഥ മഹാരാജാവും സമാധി എന്ന വൈശ്യനും രണ്ടുപേരും തീവ്ര തപസ്സാണ് ചെയ്തത്. തപസ്സില് മറ്റുള്ള മൃഗങ്ങളുടെ രക്തമല്ല അവർ പൊമിച്ചത്, അവരുടെ രക്തം തന്നെ പൊമിച്ചു. ഈ സമയത്ത് ദേവി മുമ്പിൽ വന്ന് നിന്ന് വരം കൊടുത്തു എന്നാണ് പറയുന്നത്. അങ്ങനെയുള്ള ഒരു തീവ്ര തപസ് നമ്മളും ചെയ്യണമെന്നാണ് ഇതിന്റെ സന്ദേശം. മന്ത്രകഠിനമായ ശ്ലോകങ്ങൾ ഉച്ചരിക്കപ്പെടുമ്പോൾ അവ ഉളവാകുന്ന പ്രകമ്പനങ്ങൾ ദേവതകളെ ഉണർത്തുന്നു. ഈ ദേവി മഹാത്മ്യത്തിൽ പറഞ്ഞു തന്നിരിക്കുന്ന മുഴുവനും മന്ത്രങ്ങളാണ്. ഇത് വായിക്കുന്ന സമയത്ത് ആ പരിസരത്ത് സ്പന്ദനമുണ്ടാകുന്നു. ദേവത സ്പന്ദിക്കുന്ന സമയത്ത് ആ പരിസരം മുഴുവനും ശുദ്ധീകരിക്കപ്പെടുന്നു. സ്പന്ദിപ്പിക്കുന്ന ഇത് കേൾക്കുന്ന ശ്രോതാക്കൾക്ക് അവരുടെ മനസ്സിലും ശരീരത്തിലും ആ പ്രകമ്പനങ്ങൾ ആരോഗ്യകരമായ പ്രതികരണങ്ങൾ ഉണ്ടാക്കുന്നു. ദേവി മഹാത്മ്യം പറയുന്നതിനും പ്രാധാന്യം കേൾക്കുന്നതിനാണെന്ന് മനസ്സിലാക്കുക. പാരായണം ചെയ്താൽ ഏത് ആഗ്രഹവും സാധിക്കാം. ആഗ്രഹം ധർമ്മവിരുദ്ധമാണെങ്കിൽ, ഉപാസകന് ദോഷം വരുത്തുന്നതോ ആണെങ്കിൽ ആഗ്രഹം മനസ്സിൽ നിന്നും ക്രമമായി മറഞ്ഞു തുടങ്ങും. ഇതാണ് ഇതിന്റെ രഹസ്യം. എനിക്ക് 12 കോടി ലോട്ടറി അടിക്കണേ ദേവി എന്ന് പറഞ്ഞ് ഞാൻ പ്രാർത്ഥിക്കുക. എനിക്കതിന് തലയിലെടുത്തില്ലെങ്കിലും ദേവി തന്നെ മോനെ നിനക്കത് വിധിച്ചിട്ടില്ല, നീ പിന്മാറുക എന്ന്
തോന്നിപ്പിക്കുന്ന തരത്തിലുള്ള എന്തെങ്കിലും അനുഭവങ്ങൾ ദേവി ഉണ്ടാക്കി തരും. ഇതാണ് ഇതിന്റെ വാരാഹി തന്ത്രത്തില് ശിവൻ പാർവതിയോട് പറയുന്നുണ്ട്, ഈടിബാധ ശമനത്തിന് 3 ആവർത്തിയായിരിക്കും. ഇങ്ങനെ വരുന്ന സമയത്ത് ദേവി മഹാത്മ്യം സമൂഹമായിട്ട് 3 പ്രാവശ്യം ഒരുമിച്ച് തുടർച്ചയായി വായിച്ചു തീർത്തു കഴിഞ്ഞാൽ ആ മഴ നിൽക്കുമെന്നാണ് പറയുന്നത്. ഗ്രഹദോഷ ശമനത്തിന് വീടുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും ദോഷങ്ങൾ അത് തച്ചുശാസ്ത്ര പ്രകാരമോ ഭൂമി സംബന്ധമോ ആയിട്ടുണ്ടെങ്കിൽ 5 പ്രാവശ്യം വായിക്കുമ്പോൾ അത് മാറും. തുടർച്ചയായിട്ട് വായിക്കും. മഹാഭയം ഉണ്ടാകുമ്പോൾ 7 ആവൃത്തി, ശാന്തി കിട്ടുവാൻ 9 ആവൃത്തി, പ്രാണഭയ നിവാരണത്തിന് 11 ആവൃത്തി. ഇങ്ങനെ വ്യത്യസ്തമായി പല ഫലങ്ങളോടെ പറഞ്ഞിട്ടുണ്ട്. മുഴുവൻ ഞാൻ പറയുന്നില്ല. യാഗങ്ങളിൽ വെച്ച് അശ്വമേധം എപ്രകാരമാണോ അതുപോലെയും ദേവന്മാരിൽ വെച്ച് വിഷ്ണു ഭഗവാൻ എപ്രകാരമാണോ അതുപോലെയും ദേവി മഹാത്മ്യം എന്ന സപ്തശതി സ്തവം എല്ലാ സ്തവങ്ങളിൽ വെച്ച് ശ്രേഷ്ഠമാകുന്നു. യഥാ അശ്വമേധ ക്രതുഷു ദേവാനാം ച യഥാ ഹരിഹി സ്തവാനാമപി സർവേഷാം തഥാ സപ്തശതി സ്തവഃ. ഇത് 2 മഹർഷിമാരാണ് ഇതിൽ ബന്ധപ്പെട്ടത്. മഹർഷിമാര് എന്താണ് നമ്മളോട് പറയുന്നത്? അവരുടെ അനുഭവം, സാക്ഷാത് അനുഭവേ ദൃഷ്ട, അവരുടെ അനുഭവത്തിന്റെ വെളിച്ചത്തിലാണ് അവർ തന്നിരിക്കുന്നത്. ന ശ്രുത, ആ മഹർഷിമാർ ഇത് കേട്ടു പഠിച്ചതല്ല. ന ഗുരുദർശിത, അവരുടെ ഗുരുക്കന്മാർ പറഞ്ഞു കൊടുത്തതല്ല. സാക്ഷാത് അനുഭവേ ദൃഷ്ട ന ശ്രുത, അവരിത് എവിടെ നിന്ന് കേട്ടു പഠിച്ചതല്ല. അവരുടെ ഗുരുക്കന്മാർ അവർക്ക് പറഞ്ഞു കൊടുത്തതല്ല. ലോകാനാം ഉപകാരായ ഏതത് സർവം പ്രദർശനം, ലോകത്തിന്റെ ഉപകാരത്തിന് വേണ്ടി ഇത് മുഴുവനും അവർ പ്രദർശിപ്പിച്ചു തന്നിരിക്കുന്നു. ആ മാർക്കണ്ഡേയ പുരാണത്തിലും വ്യാസമഹർഷി രചിച്ചു തന്ന ഗ്രന്ഥത്തെ പറ്റിയാണ് കുറച്ച് കാര്യങ്ങൾ നിങ്ങൾക്ക് പറഞ്ഞത്. ഇനി ഇതിന്റെ ഫലശ്രുതിയും കൂടി പറഞ്ഞുകൊണ്ട് ഇത് അവസാനിപ്പിക്കാം. അഷ്ടമ്യാം ച ചതുർദശ്യാം നവമ്യാം ച ഏകചേതസഃ ന ഭവിഷ്യതി ദാരിദ്ര്യം ന ചൈവ ഇഷ്ടവിയോജനം. ദേവി തന്നെ പറയുകയാണ്, എല്ലാ ദിവസവും നിങ്ങൾക്ക് വായിക്കേണ്ട. അഷ്ടമി ദിവസം നിങ്ങൾ വായിക്കൂ, ചതുർദശി ദിവസം വായിക്കൂ, നവമി ദിവസം വായിക്കൂ. ഏകചേതസഃ, ഏകാഗ്രതയോടുകൂടി നിങ്ങൾ വായിച്ചാൽ ന ഭവിഷ്യതി ദാരിദ്ര്യം, നിങ്ങൾ ദാരിദ്ര്യം അനുഭവിക്കുകയില്ല. ന ചൈവ ഇഷ്ടവിയോജനം, ഇഷ്ടജനങ്ങൾ നിങ്ങളിൽ നിന്നും തെറ്റിപ്പിരിഞ്ഞു പോവുകയില്ല. ദാമ്പത്യ ബന്ധം ഉറപ്പിച്ചു കൊണ്ടുപോകാൻ ദേവി മഹാത്മ്യം നിത്യപാരായണം അല്ലെങ്കിൽ അഷ്ടമി നവമി ചതുർദശി ദിവസങ്ങളിൽ വായിക്കണം. ഈ പ്രത്യേകം ദേവി തന്നെ പറയുകയാണ്, നവരാത്രി കാലത്ത് ഇത് വായിക്കണം. നവരാത്രി കാലത്ത് ദേവി വാഗ്ദാനം ചെയ്യുന്നുണ്ട്, ശരത്കാലേ മഹാപൂജ മമ ഏതത് മഹാത്മ്യം ശ്രുത്വാ ഭക്തി സമന്വിതഃ സർവബാധാ വിനിർമുക്തോ ധനധാന്യ സുധാന്യതഃ. നിങ്ങൾ സംശയിക്കേണ്ട ദേവിയുടെ വാഗ്ദാനമാണ് ഇത്. ദേവി തന്നെ പറയും, ശരത്കാലേ മഹാപൂജ, ശരത്ത് നവരാത്രി കാലത്ത് മമ ഏതത് മഹാത്മ്യം, ഈ ദേവി മഹാത്മ്യം എന്ന ഈ ഗ്രന്ഥം, എന്റെ ഗ്രന്ഥം, എന്നെ പറ്റി പറയുന്ന ഗ്രന്ഥമാണ്. ശ്രുത്വ ഭക്തി സമന്വിതഃ, നിങ്ങൾ കേൾക്കുക എന്നാണ് പറഞ്ഞത്. ഒരാളത് വായിക്കുക, മറ്റെല്ലാവരും കേൾക്കുക. കേൾക്കുന്നതിനാണ് പ്രാധാന്യം, വായിക്കുന്നതിനും പ്രാധാന്യം കേൾക്കുന്നതിന്. അങ്ങനെയുള്ള ആ കേൾക്കുന്നവര് എന്താണ് സംഭവിക്കുന്നത്? സർവബാധാവിനിർമുക്ത, എല്ലാ ബാധകളിൽ നിന്നും വിശേഷണ മോചിപ്പിക്കപ്പെടുന്നു. സാമാന്യനല്ല മോചിപ്പിക്കുന്നത്, വിശേഷണ മോചിക്കപ്പെടുക. ധനധാന്യ സുധാന്യത, ധനം ധാന്യസമൃദ്ധി, സുതം സന്താനം, സന്താനാഭിവൃദ്ധി. സന്താനങ്ങൾ പറഞ്ഞ അനുസരിക്കണമെങ്കിൽ ഇത് വായിക്കുക. ഗെയിം കൂടുതൽ കളിക്കുന്ന സന്താനങ്ങൾ ഉണ്ടെങ്കിൽ ദേവി മഹാത്മ്യം ഒന്ന് വായിച്ചു നോക്കുക, അവരുടെ ബുദ്ധിക്ക് മാറ്റം സംഭവിക്കാൻ സാധ്യതയുണ്ട് എന്ന് പറയുന്നു. മനുഷ്യോ മത്പ്രസാദേന, അങ്ങനെയുള്ള മനുഷ്യൻ, ഇത് കേൾക്കുന്ന മനുഷ്യൻ എന്റെ പ്രസാദം കൊണ്ട് ഭവിഷ്യതി ന സംശയത, എന്റെ പ്രസാദം ഉണ്ടാകും, നിങ്ങൾ സംശയിക്കേണ്ട കാര്യമില്ല എന്ന് ദേവി ഉറപ്പ് തന്നിരിക്കുക. ഈ ദേവിയെ മാതൃഭാവത്തോടുകൂടി പൂജിക്കുക. അമ്മയുടെ ആ മാതൃഭാവമാണ് ദേവിക്കുള്ളത്. മാതൃഭാവത്തെ പറ്റി പറയുന്നത്, മകന്റെ നന്മയ്ക്ക് എപ്പോഴും ഏകാഗ്ര ദൃഢചിത്തയായി യജ്ഞം ശ്രേഷ്ഠം അനുഷ്ഠിപ്പൂ ജനനീ കർമ്മയോഗിനി. താനും മകനും ഒന്നായി തന്നെയാണ് അവൾ കാണുന്നത്. അദ്വൈതത്തിൻ മഹാതത്വം
ആദ്യം പൂജിച്ചത് അമ്മയാ. അദ്വൈതത്തിന്റെ തത്വം ആദ്യം പൂജിച്ചത് അമ്മയാണ്, അച്ഛനല്ല. ഗർഭപാത്രത്തിൽ നിന്നും കുട്ടി പുറത്തു വന്നതിന് ശേഷം എത്രത്തോളം മുറിച്ചു കഴിഞ്ഞാലും അമ്മയുടെയും സന്താനത്തിന്റെയും ബന്ധം വിട്ടുപോകുകയില്ല. പിതാവിന്റെ ബീജസങ്കലനം ചെയ്തതിനു ശേഷം പിതാവും സന്താനവുമായിട്ടുള്ള ബന്ധം വിച്ഛേദിച്ചു കഴിഞ്ഞു. 9 മാസം ഗർഭപാത്രത്തിൽ കിടന്ന് ശ്വാസഗതിക്ക് അനുസരിച്ച് കുട്ടിയുടെ ശ്വാസഗതി സംഭവിക്കുന്നു. ഗർഭപാത്രത്തിൽ നിന്ന് പുറത്തു വന്നതിന് ശേഷം പൊക്കൾ കൂടി മുറിച്ച് ബന്ധം വേർപെടുത്തിയാലും ഒരു കാരണവശാലും ബന്ധം വേർപെടുകയില്ല എന്ന് ഭാരതത്തിലെ മഹർഷിമാർ പറഞ്ഞു തന്നിരിക്കുന്നു. അസ്നാവിര പാരസ്പര്യം എന്നാണ് ഇതിന്റെ പേര്. സ്നായു എന്ന് പറഞ്ഞാൽ ഞരമ്പ്, അസ്നായു ഞരമ്പില്ലാത്ത ബന്ധം, അസ്നാവിര പാരസ്പര്യം. ദൂരെ ഇരിക്കുന്ന കുട്ടികളുടെ സ്പന്ദനാവസ്ഥ അമ്മമാർക്ക് അറിയാൻ പറ്റും. ഇങ്ങനെ മഹർഷിമാർ എഴുതി വെച്ചിരിക്കുന്നതിന് ഒരു പരീക്ഷണം ചെയ്തു ജർമ്മനി. വരാതെ ജപിക്കുക. ഗൃഹസ്ഥൻ കിഴക്കോട്ട് തിരിഞ്ഞും യോഗികൾ ദക്ഷിണാമൂർത്തിയെ അഭിമുഖീകരിച്ച് വടക്കോട്ട് തിരിഞ്ഞുമാണ് ഇരിക്കേണ്ടത്. ദേവി മഹാത്മ്യത്തിന്റെ തുടക്കം മാ എന്ന അക്ഷരത്തിലും അവസാനം മനു എന്ന പദത്തിലുമാണ്. മനു എന്നാൽ മന്ത്രം. ദേവി ഉവാച എന്നോ മാർക്കണ്ഡേയ ഉവാച എന്ന് പറഞ്ഞാൽ പോലും അതിനെയും ഉവാച മന്ത്രങ്ങൾ എന്നാണ് പറയപ്പെടുന്നത്. അത്രമേൽ പവിത്രമാണ് ദേവി മഹാത്മ്യം എന്ന ഗ്രന്ഥം. മധുകൈടകന്മാർ എന്ന 2 അസുരശക്തികളെ ദേവി വധിച്ചു എന്ന് വാച്യാർത്ഥത്തിൽ മനസ്സിലാക്കുമ്പോൾ വ്യംഗ്യത്തിൽ അത് നമ്മുടെ പരമാത്മസ്വരൂപത്തെ മറയ്ക്കുന്ന ആവരണം, വിക്ഷേപം എന്നിവയെ അമ്മ ഹനിക്കുന്നു എന്നും മനസ്സിലാക്കണം. ഇതിലെ വിവിധ ഭാഗങ്ങൾ പാരായണം ചെയ്യുമ്പോൾ ലൗകിക ജീവിതത്തിൽ ഉണ്ടാകുന്ന ഫലപ്രാപ്തിയെക്കുറിച്ചും പ്രഭാഷകൻ വിശദീകരിച്ചു. ദേവീ മന്ത്ര ഉപാസകന്മാർക്ക് കർമ്മവാസനകളെയും കാമവാസനകളെയും ആപത്തുക്കളെയും നശിപ്പിച്ച് സർവഥാ രക്ഷ നൽകുന്നു. ഇത് പാരായണം ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന ശബ്ദത്തിന്റെ പ്രകമ്പനം പരിസരത്തെയും ശ്രോതാക്കളെയും പവിത്രീകരിക്കുന്നു. മഹർഷിമാർ സ്വന്തം അനുഭവത്തിലൂടെ ലോകോപകാരാർത്ഥം രചിച്ചതാണ് ഈ ഗ്രന്ഥം. ലൗകികവും ആത്മീയവുമായ സർവതോമുഖമായ അഭിവൃദ്ധിക്കുതകുന്ന മഹത് ഗ്രന്ഥത്തെയാണ് ശ്രീ ജ്യോതിസവർകൾ ശ്രോതാക്കൾക്കായി വിശദീകരിച്ചു തന്നത്. ഏകാഗ്ര ദൃഢചിത്തയായി മക്കളുടെ ക്ഷേമത്തിനായി നിലകൊള്ളുന്ന അമ്മയായ പരാശക്തി, ആ ശക്തിയുടെ ഉപാസനയ്ക്കപ്പുറം നമുക്ക് എന്താണ് കരണീയമായിട്ടുള്ളത്? ദേവി മഹാത്മ്യത്തെ കുറിച്ച് പ്രസക്തമായ എല്ലാ ഭാഗങ്ങളെയും ഉൾപ്പെടുത്തി ചെയ്ത വിശദമായ പ്രഭാഷണമായിരുന്നു അദ്ദേഹത്തിൻ്റെത്. അമൂല്യമായ അറിവുകൾ പകർന്നെന്ന് ശ്രീ ജ്യോതിസവർകൾക്ക് പെരുവാരം ഭക്തജന സമിതി ആദരവോടെ കൃതജ്ഞത രേഖപ്പെടുത്തുന്നു. വിജ്ഞാനപ്രദമായ അങ്ങയുടെ വാക്കുകൾക്ക് നന്ദി, വിനീത നമസ്കാരം. നാളെ 40ാം ദിവസം സംഗീതാർച്ചന നടത്തുന്നത് ശ്രീ അർജുൻ കൃഷ്ണ തുമ്പൂർ. 7 മണിക്ക് പ്രഭാഷണം നടത്തുന്നത് ശ്രീ കാഥ സുരേന്ദ്രൻ എറണാകുളം. വിഷയം കുടുംബസങ്കല്പം. എല്ലാവർക്കും നന്ദി, നമസ്കാരം, ശുഭരാത്രി.